What if the world had more of your smile? What if the wind could spread your love? What if your sweetness could reach everyone? There'd be no wars. Maybe the birds will sing about your heart. Maybe the trees will whisper the word. Maybe the sun will spread your joy to the ones who lost their hope. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. You fill my head with roses. I can't help but dream away, standing on a field with you and flowers everywhere. അതെന്താ നെറ്റിയില്? ആ കണ്ണന്റെ നെറ്റിയിലുണ്ടാ? കുറി കുറി കുറി. എന്റെ കാലിന് പൂ പോയോ? അമ്പോ, ആ ലൈനിന്ന് പൂവാവില്ല. ഞാൻ ഉണ്ടല്ലോ. You fill my head with roses. ലവ് യു. അയ്യോ, അല്ലയോ ഒരു കളയണോ? കുറി കളയണ്ട. കുറി കളയണ്ട. ഹലോ, വെൽക്കം ടു നമ്മളുടെ ലൈഫിലെ ഒരു നൈറ്റിലേക്ക്. ആരും കൂട്ടാ, അമ്മയ്ക്ക് എന്താ പറ്റിയേ പറയൂ. നടുവേദന. നടുവേദന. ആ, എന്നിട്ടോ അമ്മ എന്താ ചെയ്തേ? എണ്ണ തേച്ചു. എണ്ണ തേച്ചോ? എണ്ണ തേറ്റോ അമ്മ? ആ, എന്നിട്ട് നടുവേദന കുറഞ്ഞു. ഇവനെ ഗോ പറഞ്ഞോ, ഞാൻ നടുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഇവനെ വൈകുന്നേരം രാവിലേക്ക് അമ്മ കളിക്കാൻ കൊണ്ടുപോകും, ഗോപുവിന്റെ അമ്മ. അപ്പം ഇവന്റെ കൂടെ കുറെ കുഞ്ഞു ബേബീസ് കളിക്കാനുണ്ടാവും. അപ്പൊ ഇവൻ അവരോട് ചോദിക്കുന്നതാ, നിന്റെ അമ്മ എവിടെ പോയി? നടുവേദനയാണോ? എന്റെ അമ്മയ്ക്ക് നടുവേദനയാ. ഇനി ഈ അപ്പാർട്ട്മെന്റില് 7 ടവർ ഉണ്ട്, ഇവിടെ ആരും അറിയാൻ ബാക്കിയില്ല എനിക്ക് നടുവേദനയാണെന്ന്. നടന്നു പോകുമ്പോഴൊക്കെ ഹായ് അമ്മക്ക് നടുവേദനയാ. എന്റെ അമ്മയില്ല, എന്റെ അമ്മയ്ക്ക് നടുവേദന, ഹോസ്പിറ്റലിലാന്ന് പറയും. അപ്പൊ കേൾക്കുന്നവര് പെട്ടെന്ന് പേടിച്ചു, ഭയങ്കര സീരിയസ് ഒക്കെ ആണോ? അപ്പൊ പെട്ടെന്ന് അമ്മ പറയും, ഇല്ല ഇല്ല കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് ആയിട്ട് അവള് ഉഴിച്ചിലിന് പോയതാണ് എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഈ കുഞ്ഞ്. നൈറ്റ് ടൈം എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് ഐ പുട്ട് ടു റെസ്റ്റ് അനദർ ഡേ ഓഫ് ഹസിൽ ആൻഡ് ബിസി ലൈഫ്. ഐ ലൈക്ക് സ്ലോ മോർണിംഗ്സ് ആൻഡ് സ്ലോ ഈവനിങ്സ്. പക്ഷേ ഒരു ടോഡ്ലർ മോം ആയിരിക്കുമ്പോൾ അത് തീരെ പോസിബിൾ അല്ല കേട്ടോ. പക്ഷേ ഈ തിരക്കിൻ്റെ ഒക്കെ ഇടയിൽ ഒരു സ്കിൻ കെയർ റുട്ടീനൊക്കെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യാറുണ്ട്. ബിക്കോസ് ദിസ് ഇസ് മൈ മീ ടൈം. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ലൈറ്റ് വെയ്റ്റ് ന്യൂട്രിഡം കോപ്പർ ആക്ടിവേറ്റർ ഫേസ് സിറം യൂസ് ചെയ്യാറുണ്ട്. ഇതിൽ കോപ്പർ PCA ഉണ്ട്, വിച്ച് ഇസ് സെറ്റ് ടു സ്റ്റിമുലേറ്റ് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ പ്രൊഡക്ഷൻ. കൂടാതെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഇതിൽ ലൈസിൽ ഓക്സിഡേസ് ആൻഡ് സോഡിയം PCA ഉണ്ട്. അത് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിൻ എന്നിവയുടെ കൂടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിന്റെ ആ ഒരു സപ്പിൾനെസ്, ഇലാസ്റ്റിസിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വൈൽ നർച്ചറിങ് ദ സ്കിൻ. ഓൺ ടോപ്പ് ഓഫ് ദിസ് ഞാൻ എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ്, ന്യൂട്രിഡമിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിംഗ് ലോഷൻ. എൻ്റെ ആദ്യം തൊട്ടുള്ള വീഡിയോസിൽ നിങ്ങൾ കാണാം ന്യൂട്രിഡമിന്റെ മോയ്സ്ചറൈസർ. ഞാനിത് ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൽ വൈറ്റമിൻ ഇ ഉണ്ട്, പവർഫുൾ സ്കിൻ റിപ്പയർ പ്രോപ്പർട്ടീസ് ഉണ്ട്, ദാറ്റ് ഹെൽപ്സ് ടു സ്ലോ ഡൗൺ ആൻഡ് റിവേഴ്സ് ഏജിംഗ് പ്രോസസ്. കൂടാതെ നമുക്ക് യൂത്ത്ഫുൾ റേഡിയൻസും തരും. ഇതിലെല്ലാം പവർഫുൾ ഹൈഡ്രേഷൻ ആൻഡ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. നമ്മുടെ ഫേസിലെ റെഡ്നെസ്, ആക്നെ മാർക്സ് എന്നിവയൊക്കെ കുറച്ചിട്ട് ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് കീപ്പ് ചെയ്യും. കൂടാതെ ഇത് നല്ലൊരു മേക്കപ്പ് ബേസ് കൂടിയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കിക്കോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആമസോൺ, നൈക്ക കൂടാതെ ന്യൂട്രിഡമിന്റെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്.
എന്താണ് എന്തൊരു സർപ്രൈസ് സർപ്രൈസ്. ആ കണ്ണടയ്ക്കൂ. സർപ്രൈസ് ആവണേ. കൊടുക്കട്ടെ അപ്പേ. കുഞ്ഞ് എങ്ങനെ ചോക്ലേറ്റ് കഴിക്കാന്ന് അറിയോ നിങ്ങക്ക്? ഇങ്ങനെ വന്നിട്ട് കണ്ണിങ്ങനെ കൈ ഇങ്ങനെ കാണിക്കും. അതല്ല, നമ്മുടെ ബാർ ടേബിളിന്റെ അവിടെ ഇങ്ങനെ കണ്ണ് പോത്തി അവിടെ ഒളിച്ചു നിൽക്കും. സ്ഥലം കാണിച്ചു കൊടുക്കില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കും എവിടെ വെച്ചെന്ന്. എവിടെ വെച്ചെന്നുള്ള സ്ഥലം നമ്മൾ പറഞ്ഞു കൊടുക്കൂല. ഞാൻ പറയും ഞാൻ ഒളിച്ചു നിന്നോളാ, കണ്ണടയ്ക്കാം, സർപ്രൈസ് ചോക്ലേറ്റ് തരൂ. അറിയാത്ത പോലെ നടക്കും. നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ അരികളുടെ അപ്പേന്റെ പാട്ട് പാടുന്നുണ്ട്. പഠിക്കേ വെടി. വെടികെട്ടാര വെടി പടഹമോടെ ജനം ഇനി തുടങ്ങി മകനെ കട്ടുകെട്ടോരെ കൂടി ശകടമാണ് ശനി ശരണമായ ശിവനെ ഗതികെട്ടൊരു ഒട്ടന് വീറപ്പൊട്ടനൊരിട്ടം തന്നതുപോലെ ഇതാ. ഇനി മറ്റേ ഇത് പഠിക്കില്ല പഠിക്കും. ബോയിലൊക്കെ ചോക്ലേറ്റാ. അണ്ണൻ ഇല്ലുമിനാറ്റി ഇല്ലുമിനാറ്റി. ഗരി 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 സന്നി സന്നി സരി. അതുപാട് ചപ്പാത്തി. ഭാവിയിലെ റോക്ക് സ്റ്റാർ ആണ് കൈസി ഇരിക്കുന്നത്. അറിയോ? ഇവിടെ എന്താ ബാർ ടേബിളൊക്കെ കയറ്റി ഞങ്ങൾ ഇരുത്തുന്നുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് സാലഡ് ഉണ്ടാക്കണം. അറിയോ? സാലഡ് ഉണ്ടാക്കാം. അരിങ്കുറ്റൻ ഉണ്ടാക്കണോ ഗൈസ്? അപ്പൊ നമ്മള് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡ് ആണ് ഇന്ന്. ഈ ഒരു ഷൂട്ടും എഡിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തട്ടിക്കൂട്ട് സാലഡാണ്. മുട്ട 2 മുട്ട ഞാൻ ചേർക്കും സാലഡില്. പിന്നെ ഹലോ, ഇത് ആർക്ക് വേവിച്ച് വെച്ചതാ? അയ്യോ പൊട്ടേറ്റോ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരി, എന്നാ പിന്നെ അമ്മ എടുക്കല്ലേ? ഓക്കെ. അപ്പൊ കുറച്ച് ക്യാരറ്റ് ഉണ്ട്. ക്യാരറ്റ് നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചതാണ്. വളരെ സിമ്പിൾ ഡയറ്റാണ്, കുറച്ച് നാളായിട്ട് ഫോളോ ചെയ്യുന്നത്. മൊത്തം ക്യാരറ്റ് തന്നെയാണ്. സാധാരണ ഇതിൽ ബ്രോക്കലി ആഡ് ചെയ്യാറുണ്ട് ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ ബ്രോക്കലി 2-3 ദിവസമായിട്ട് സ്വിഗ്ഗി ജീനിയിൽ ഇല്ല, അതുകൊണ്ട് ബ്രോക്കലി ഇല്ല. എന്നാലും ഞാൻ അതിനും വേണ്ടി ക്യാരറ്റ് ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 എഗ്ഗ്, പുഴുങ്ങി വെച്ച എഗ്ഗ് ഉണ്ട്. എഗ്ഗ് ചേർക്കാം കേട്ടോ. എഗ്ഗ് പൊട്ടിക്കുന്നുണ്ടോ കുഞ്ഞ്? എന്നാ പൊട്ടിക്കൂ. ഇവിടെ മുട്ട പൊട്ടിക്കാൻ ഒരു പ്രൊഫഷണൽ ഉണ്ട്. ആ പ്രൊഫഷണലാണ് മുട്ട പൊട്ടിക്കുക. മറിഞ്ഞു പോവോ? മതി, ചതച്ച് ചപ്പാത്തി പുഴുങ്ങിയല്ലോ. പുഴുങ്ങാത്തത് വേണോ? തരാട്ടോ. മുട്ട തീർന്നു പോയില്ലേ, നമുക്ക് ഇനി നാളെ മേടിക്കാം. ശരി, ആര്യൻകുട്ടൻ്റെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോ ഇപ്പൊ രാത്രി പുഴുങ്ങാത്ത മുട്ട തരാം കേട്ടോ. ഈ 2 എഗ്ഗ് ഞാനിങ്ങനെ പതുക്കെ ചുമ്മാ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇടും. ഞാൻ ഉണ്ടാക്കുമ്പം ഇതെല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. കുറെ തോരണങ്ങൾ ആഡ് ചെയ്യും. മുത്തേ ഒറ്റ 2 ബദാം മതി പ്ലീസ്. ഞാൻ ബദാം ഇടാറുണ്ട്. ഇടിച്ചിട്ടാണ് ഇടിച്ച് പൊടിയാക്കിയിട്ട് ഇങ്ങനെ. പിന്നെ ഞാൻ അതില് കുറച്ച് വാൾനട്ട്സ് ഇങ്ങനെ വെച്ചിട്ട് ഇതിടും. പിന്നെ വേറൊരു ഹെൽത്തി സാധനമുണ്ട്, പൈൻ സീഡ്. പ്ലീസ്, അതെനിക്ക് ഇഷ്ടമല്ല. ഒരു 2 ഇട്ടാ മതി. ഹെൽത്തിയാണ് കേട്ടോ. ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് കാറുള്ള എനിക്ക് ഇഷ്ടം വരെ. അവക്കാഡോ ഉണ്ട്. ഓ ഖായേ. പിന്നെ എന്ത് ജമ്പടോ, അത് ചെയ്യല്ലേടാ കണ്ണാ നീ പ്ലീസ്. ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടോ, കഴിക്കും ചിലപ്പം. കടലിട്ടെ ബെറ്റർ ആടാ. കടലിട്ടെ വേണ്ട.
അവക്കാഡോ സാലഡ് ആണ് ഇന്ന് നൈറ്റ്. ഞാൻ മറന്നുപോയി, ഇന്നലെ എടുത്തപ്പം പഴുത്തില്ലായിരുന്നു ആശാൻ. അപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. വാവ്, എന്തൊരു ഹെൽത്തി സാധനം എന്ന് പറയാം. കിട്ടാൻ ഭയങ്കര പണിയാണ് ഈ കൊച്ചിയിൽ. മഴക്കാലത്താണോ ഇതിന്റെ സീസൺ? ഓക്കെ, ഇനി ഇതിലേക്ക് എൻ്റെ ഫേവറേറ്റ്സ് ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോവാണ് ഗൈസ്. ചീസ്. ഇത് ഫെറ്റ ചീസ് ആണ്, ദ പെർഫെക്റ്റ് സാലഡ് ചീസ്. അപ്പം അവക്കാഡോ, എഗ് വൈറ്റ്, ക്യാരറ്റ് സാലഡ്. ഗോപു പറയും ഇത്രയ്ക്ക് ചീസ് ആഡ് ചെയ്തിട്ട് നീ ഡയറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന്. പക്ഷെ എനിക്കുണ്ടല്ലോ, എനിക്കിതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഐ ലവ് ഇറ്റ്. ഗോപു കുറച്ച് സോൾട്ട് ഇടുവോ? അപ്പൊ സാലഡ് ട്രൈ ചെയ്ത് നോക്കാം. നല്ല യമ്മി. എന്തൊരു സിമ്പിളാന്ന് അറിയാം. ഈ ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ സാലഡ് ഉണ്ടാക്കാതിരിക്കാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ? സാലഡ് ഉണ്ടാക്കൽ ഈ വെജിറ്റബിൾ സ്റ്റീം ചെയ്യണം, ഭയങ്കര പണിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ ഇഡ്ഡലിച്ചെമ്പില്ലേ, ഇഡ്ഡലി ഉണ്ടാക്കുന്ന ചെമ്പ്, അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, 2 ക്യാരറ്റ്, ഒരു ഹാഫ് പൊട്ടാറ്റോ, അങ്ങനെ എന്തൊക്കെ വെജീസ് ഉണ്ട് കട്ട് ചെയ്ത് ആ ചെമ്പിലങ്ങ് വെക്കുക, അടച്ചിടുക. ഒരു 15-10 മിനിറ്റ് സ്റ്റീം ചെയ്യുക, എടുക്കുക. ആ കട്ട് ചെയ്തിലേക്ക് കുറച്ച് ഉപ്പ് വിതറുക, കുറച്ച് അവക്കാഡോ ഇടുക, കുറച്ച് ഫെറ്റാ ചീസ് ഇടുക, പിന്നെ എന്താ അവൈലബിൾ ആയിട്ടുള്ള അത് സിമ്പിൾ ആയിട്ട് എടുക്കും. നിങ്ങളുടെ ഒരു ഡിന്നർ, ഹെൽത്തി ആൻഡ് ഡെലീഷ്യസ് ഡിന്നർ. കണ്ടാ, അതായത് കുറച്ച് നട്ട്സ്, പ്രോട്ടീൻ ആയിട്ട് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി, ഈസി ആൻഡ് രാവിലെയൊക്കെ നല്ല സുഖമായിരിക്കും, ഹെൽത്തിന് നല്ലതായിരിക്കും. And try to eat it before 7:30. Dreaming of you, 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 dreaming of you. What if the world had more of your smile? What if the അങ്ങനാണോ? റഹീം അല്ലേ? അങ്ങനെ മണ്ണിൻ പുതുമഴ വീഴുന്നുണ്ട്, മണ്ണിൻ പുതുമഴ വീഴുന്നുണ്ട്. അങ്ങകലെ അങ്ങകലെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ, മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ. അത് ഭൂവാകുമ്പോളാ? ആ, ഭൂവാകുമ്പം. അയ്യോ, ഒരാളുടെ കണ്ണീർ വീണപ്പോ ഇങ്ങിരുന്നാലുണ്ടേ, മിണ്ടാമൺ തരി വാരിയെടുത്തത് കണ്ടില്ല കണ്ടില്ല നിൻ കനവ്. ആ കണ്ടില്ല കണ്ടില്ല നിന്നനവ്. നിൻ കനവാണോ? ഓ ശരി. സീൻ മോനെയാണെന്ന്. ഇനിയിപ്പോ സ്കൂളൊക്കെ പോയി തുടങ്ങി. എന്റെ ദൈവമേ, എന്തൊക്കെ കേൾക്കേണ്ടി വരും. ആരും സ്കൂളിൽ പോവാനായി. ജൂൺ 19 സ്കൂള് തുറക്കും. കൊടയൊക്കെ പിടിച്ചു പോവും. ഫസ്റ്റ് ആര്യൻകുട്ടന്റെ ഫസ്റ്റ് വ്ലോഗ് അല്ലേ? അതെ, നമ്മള് പൊളിക്കും. അതെ, നമ്മൾ അന്ന് പൊളിക്കും. സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇവിടെ. ജിങ്കലാല ജിങ്കലാല. അല്ല കേട്ടോ മുത്ത, അമ്മയ്ക്ക് സങ്കടമാകും. പൊന്ന്, സ്കൂളിൽ പോയിട്ട് കളിക്കണേ, പഠിക്കണേ. കുറച്ച് കരയും. അമ്മ കരയണോ? അമ്മ ഹാപ്പി ആയിരിക്കട്ടെ. ഓക്കെ, എന്നാ അമ്മ കുറച്ച് ഹാപ്പി ആവാം.
your smile? What if the wind could spread your love? What if your sweetness could reach everyone? There'd be no wars. ഇനി ഒരു ബാറ്റിംഗ്. ആ ഓക്കെ. Dreaming of you. ജസ്റ്റ് മിസ്. ഗുഡ് ബോയ്. ഇനി ഒരു വായ, ഒരു ബാറ്റിംഗ്. Dreaming of you. ആ ഗുഡ് ഷോട്ട്. ഗുഡ് ഷോട്ട് അടിച്ചു ആര്യൻകുട്ടൻ. ആ റെഡി? What if the world had more of your smile? What if the wind could spread your love? What if your sweetness could reach everyone? There'd be no wars. Maybe the birds will sing about your heart. Maybe the trees will whisper the word. Maybe the sun will spread your joy to the ones who lost their hope. You fill my head with roses. I can't help but dream away. Standing on a field with you and flowers everywhere. രമണിയാണോ? Is a star with your name. One thing I know is that there should be. There is no one who has. ഗുഡ് നൈറ്റ് പറയൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ പറയൂ. ബാ, അമ്മ ഉറങ്ങട്ടെ. അമ്മ ഉറങ്ങട്ടെ. അപ്പൊ ഉറങ്ങിയതാ? അതെ, അമ്മ ഉറങ്ങട്ടെ. അമ്മ ഉറങ്ങട്ടെ. ഇതാ 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 ഇതാ. Two. Love you. 3